അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന്റെ കാര്യത്തിൽ നിലവിൽ US ആണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന രാജ്യം എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. രണ്ടാമത് മാത്രമേ റഷ്യയും പിന്നെ ചൈനയും ഒക്കെ വരുന്നുള്ളൂ. പക്ഷെ അപ്പോഴും യുഎസിന്റെ ആയുധങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ എയർഫോഴ്സിന് അതുകൊണ്ട് തന്നെ US എയർക്രാഫ്റ്റുകൾ വാങ്ങാൻ, യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ വലിയ താല്പര്യമില്ല എന്നാണ് നമ്മുടെ നാഷണൽ മീഡിയാസ് ഒക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനിടയിൽ റഷ്യ ഇന്ത്യയുടെ മുമ്പിൽ ഒരു പുതിയ പ്രപ്പോസൽ വച്ചിരിക്കുകയാണ്. അതായത് നമുക്കൊന്നിച്ച് Su-57 ഫൈറ്റർ ജെറ്റ് പ്രൊഡക്ഷൻ നടത്താം. ഒരു ജോയിന്റ് പ്രൊഡക്ഷന്റെ ഒരു ഓഫർ കൂടി ഇപ്പോൾ അവർ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഫിഫ്ത്ത് ജനറേഷനിൽ വരുന്ന എയർക്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാമെന്ന് കൂടി പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ റഷ്യ. ഇത്തരമൊരു ഓഫർ സത്യത്തിൽ ഒരിക്കലും അമേരിക്കയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അമേരിക്കയുടെ F-35 ഇതുവരെ അമേരിക്ക നമുക്ക് ഓഫർ ചെയ്തിട്ടില്ല. അവര് F-21 എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ് ഓഫർ ചെയ്യുന്നത്. അതായത് പാകിസ്ഥാന്റെ കയ്യിലുള്ള F-16 കുറച്ചൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു വെർഷൻ, അത്രയേ ഉള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആവശ്യം നമുക്കില്ല. കാരണം നമ്മുടെ കയ്യിൽ ഓൾറെഡി തന്നെ തേജസ് വിമാനങ്ങളുണ്ട്. ആവശ്യത്തിന് പ്രൊഡക്ഷൻ നടത്തിയാൽ അത് ധാരാളമാണ്. അതിനും പുറമെ ബേസിക് ആയിട്ടുള്ള സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റീസ് ഒക്കെ തേജസിനും അതുപോലെ റഫേൽ യുദ്ധവിമാനങ്ങൾക്കും ഉണ്ട്. അത്യാവശ്യം വേണ്ട സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഒക്കെ ഉണ്ട്. ഇതൊരു 4.5 ജനറേഷൻ എയർക്രാഫ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒട്ടും സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഇല്ലാത്ത F-21 പോലെയുള്ള യുദ്ധവിമാനങ്ങൾ ഇനി നമുക്ക് ആവശ്യമില്ല. തേജസ് ആവശ്യത്തിന് പ്രൊഡക്ഷൻ നടത്താൻ കഴിയുകയും നിലവിലെ റഫേൽ യുദ്ധവിമാനങ്ങളും Su-30 MGI എന്ന് പറയുന്ന റഷ്യൻ എയർക്രാഫ്റ്റുകളും തന്നെ ഇന്ത്യക്ക് അത്യാവശ്യം 4 ജനറേഷൻ അല്ലെങ്കിൽ 4.5 ജനറേഷനിൽ വരുന്ന യുദ്ധവിമാനങ്ങളാണ്. ഇവയുടെ സേവനം തന്നെ മതിയാകും. ഇനി നമുക്ക് വേണ്ടത് ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ആണ്. അപ്പോൾ സാധാരണ രീതിയിൽ S-400 കൊടുത്തിട്ടുള്ള രാജ്യങ്ങൾക്കൊന്നും തന്നെ F-35 കൊടുക്കാൻ ഇതുവരെ അമേരിക്ക തയ്യാറായിട്ടില്ല. ഇനിയിപ്പോൾ ഇന്ത്യക്ക് ട്രംപ് ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുത്ത് തരാമെന്ന് പറഞ്ഞാൽ തന്നെയും അമേരിക്കൻ എയർക്രാഫ്റ്റുകൾ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ തന്നെ ആയുധങ്ങളെ അതിൽ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അതായത് അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ വെപ്പൺ സിസ്റ്റംസും US മെയ്ഡ് തന്നെ ആയിരിക്കും. ഇപ്പൊ ഇന്ത്യ ഇവിടെ തദ്ദേശീയമായിട്ട് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഒരുപാട് ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ബിയോണ്ട് വിഷ്വൽ റേഞ്ചിൽ വരുന്ന അസ്ത്ര മിസൈലുകളുണ്ട്, ബ്രഹ്മോസ് മിസൈലുകളുണ്ട്, ജാമറുകളുണ്ട്, റഡാറുകളുണ്ട്. ഇതൊന്നും തന്നെ ഇതിൽ നമുക്ക് സ്യൂട്ട് ആവുകയില്ല എന്ന് മാത്രമല്ല, അമേരിക്കയുടെ ഈ ഒരു എയർക്രാഫ്റ്റ് നമുക്ക് നൽകുന്നത് കൊണ്ട് പൂർണ്ണമായിട്ടും അവരുടെ ഒരു നിയന്ത്രണം ഈ എയർക്രാഫ്റ്റിന്റെ മേൽ ഉണ്ടാവും. കാരണം നമ്മൾ ഓൾറെഡി S-400 ഉള്ള രാജ്യം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഓഫീസേഴ്സ് എപ്പോഴും ഈ എയർക്രാഫ്റ്റുകൾ നമുക്ക് തന്നാലും ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. ഇതിപ്പോ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് കൊണ്ടുപോയാൽ അതിന്റെ അടക്കം അപ്ഡേറ്റുകൾ നമുക്ക് അവർക്ക് നൽകേണ്ടതായിട്ട് വരും. കാരണം പൂർണ്ണമായൊരു സ്വാതന്ത്ര്യം ഈ എയർക്രാഫ്റ്റുകളിൽ നമുക്ക് ഉണ്ടാവില്ല. ഇതിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എപ്പോഴും US-ന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാവും. അപ്പൊ നമുക്ക് പലപ്പോഴും ഇതിന്റെ മെയിൻ്റനൻസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് US-ന്റെ സപ്പോർട്ട് വേണ്ടി വരും. ഇടയ്ക്ക് F-16 പാകിസ്ഥാനിൽ കട്ടപ്പുറത്ത് കിടന്നു കുറെ കാലം. എന്തുകൊണ്ടാണ്? അവർക്ക് അതിന്റെ മെയിൻ്റനൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. US-ന്റെ സപ്പോർട്ട് വേണം. എന്നാൽ നമ്മുടെ റഷ്യൻ എയർക്രാഫ്റ്റുകളുടെ കാര്യം എടുത്താൽ വളരെ വർഷങ്ങൾ നീണ്ട ഒരു ബന്ധമാണ് റഷ്യയുമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ HAL തന്നെ റഷ്യയുടെ ലൈസൻസ് എടുത്തിട്ട് നമ്മുടെ ഇവിടെ അവരുടെ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്, മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ട്. നമുക്കിത് സാധ്യമാണ്. Su-30 ഒക്കെ നമ്മൾ ഓൾറെഡി ഉപയോഗിക്കുന്നത് കൊണ്ടും ഇവിടെ പ്രൊഡക്ഷൻ നടത്തുന്നത് കൊണ്ടും കുറെ കൂടി ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് Su-57 തന്നെയാണ്. പക്ഷേ ഏത് വിധേനയും അമേരിക്കൻ എയർക്രാഫ്റ്റ് നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ട്രംപ് നമ്മുടെ മേൽ പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നരേന്ദ്രമോദി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു സമ്മർദ്ദവും അത് തന്നെയായിരിക്കും. ഇന്ത്യയുടെ സാഹചര്യത്തിൽ സത്യത്തിൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് തോന്നുന്നത് Su-57 ആണ്. കാരണം അത് F-35 അങ്ങ് ഭയങ്കരമായിട്ട് മികച്ചതാണെന്നോ F-35 ഭയങ്കരമായ സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉണ്ടെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ അതിനേക്കാൾ റേഞ്ച് കൂടുതലുണ്ട്, അതിനേക്കാൾ വേഗത കൈവരിക്കാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. അതിന്റെ കോസ്റ്റ് വളരെ കുറവാണ്. ഒരു F-35 വാങ്ങുന്ന പൈസയ്ക്ക് 2 Su-57 നമുക്ക് വാങ്ങാം. മാത്രമല്ല ഇതിന്റെ മെയിൻ്റനൻസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒന്നിച്ച് പ്രൊഡക്ഷൻ നടത്താമെന്ന് പറഞ്ഞിരിക്കുന്നു, ടെക്നോളജി ട്രാൻസ്ഫർ നടത്താമെന്ന് പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാമെന്നും റഷ്യ പറഞ്ഞിരിക്കുകയാണ്. ഇത്രയും ഓഫറുകൾ റഷ്യ തരുമ്പോൾ Su-57 വാങ്ങുന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നല്ലത്. ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിനും ഇപ്പോൾ ഇതിൽ താല്പര്യമുണ്ട്. ഇപ്പൊ അമേരിക്കയുടെ എയർക്രാഫ്റ്റ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അമേരിക്കയുമായിട്ട് ഒരുപക്ഷെ അമേരിക്കയിൽ ഗവൺമെന്റുകൾ മാറുമ്പോൾ അവരുടെ നിലപാടുകൾ മാറുകയാണ്. നാളെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഒരു ലീഡർ അധികാരത്തിൽ വരുന്നു. പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം ഇവര് ശക്തമാക്കുകയാണ്. ആ സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം വന്നാൽ മുൻകാലങ്ങളിൽ ഇവർ ചെയ്തതുപോലെ ആദ്യം പാകിസ്ഥാനെ സെക്യൂർ ചെയ്തുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ആയുധങ്ങളും ഫണ്ടും ഒക്കെ നേരത്തെ കൂട്ടി അങ്ങ് കൊടുത്തതിന് ശേഷം എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി 2 രാജ്യങ്ങളുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തും. അങ്ങനെ വരുന്ന സമയത്ത് ഇന്ത്യക്ക് ആയുധങ്ങളുടെ ഷോർട്ടേജ് ഉണ്ടാവും.
ഇന്ത്യക്ക് യുദ്ധത്തിൽ തിരിച്ചടി നേരിടാനുള്ള സാധ്യതയുണ്ട്. മുൻകാലങ്ങളിൽ നടന്ന യുദ്ധങ്ങളിലൊക്കെ US ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ചൈനയുമായി നല്ല ബന്ധത്തിലുള്ള പാകിസ്ഥാന് 5ാം തലമുറ യുദ്ധവിമാനം ഉൾപ്പെടെ ചൈനയിൽ നിന്ന് വാങ്ങാൻ സാധിക്കുമെന്ന ഒരു അഡ്വാൻറ്റേജും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് US ട്രസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ അടുത്ത് നിന്ന് ഇത്രയും ക്രിട്ടിക്കലായിട്ടുള്ള ആയുധങ്ങളൊക്കെ നമ്മൾ വാങ്ങാതിരിക്കുന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് നല്ലത്. കാരണം ഇന്നിപ്പോ ട്രംപ് ഈ നിലപാട് പറയുന്നു. നാളെ ഡെമോക്രാറ്റുകൾ വന്നാൽ എന്തായിരിക്കും നിലപാടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇപ്പൊ ട്രംപ് എല്ലാ അന്താരാഷ്ട്ര ഓർഗനൈസേഷൻസിൽ നിന്ന് പിന്മാറി. നാളെ ഡെമോക്രാറ്റുകൾ വരുമ്പോൾ വീണ്ടും അവരെന്ത് ചെയ്യും? അതിലൊക്കെ ജോയിൻ ചെയ്യും. അപ്പൊ ഇവരുടെ രാജ്യത്ത് നടക്കുന്ന ഈ പൊളിറ്റിക്കൽ ഫൈറ്റ് സത്യത്തിൽ നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഡെമോക്രാറ്റുകൾക്ക് പൊതുവെ ഇന്ത്യയോട് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സമീപനമാണുള്ളത്. ഇപ്പോൾ ട്രംപിന് ഇന്ത്യയെ പൊതുവെ വലിയ കുഴപ്പമൊന്നുമില്ല, താല്പര്യമൊക്കെ ഉണ്ടെങ്കിലും ട്രംപിന്റെ രാജ്യത്തിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകത്തില്ല. അയാൾക്ക് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യണമെന്നോ ഇന്ത്യയോട് എന്തെങ്കിലും സഹാനുഭൂതിയോ മനുഷ്യരോട് എന്തെങ്കിലും സഹാനുഭൂതിയോ ഒന്നുമില്ല. തീർത്തും സ്വാർത്ഥനായ ഒരു കച്ചവടക്കാരൻ മാത്രമാണ് അയാൾ. അപ്പൊ അയാളിൽ നിന്ന് നമ്മൾ കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യാനും പറ്റില്ല. അപ്പൊ ഇവരുടെ ഈ മത്സരത്തിനിടയിൽ നമ്മൾ കൊണ്ട് തലവെച്ച് കൊടുക്കും പോലെയാവും. പക്ഷെ ഇപ്പൊ ഇവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നരേന്ദ്രമോദിയുടെ മേൽ നല്ല രീതിയിൽ പ്രഷർ ചെലുത്തുന്നുണ്ട് US ആയുധങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി. എന്നാൽ ഇന്ത്യയുടെ സ്ഥിരതയ്ക്കും ഭാവിക്കും നല്ലത് Su-57 പോലെയുള്ള റഷ്യൻ എയർക്രാഫ്റ്റുകൾ വാങ്ങുന്നതാണ്. കാരണം റഷ്യ വേറെയും ചില ആയുധങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മുടെ AMCA പ്രോജക്റ്റും കൂടി നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്കൊരു 10 വർഷത്തിനുള്ളിൽ തന്നെ എയർക്രാഫ്റ്റുകളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ സാധിക്കും. അതൊരിക്കലും US സപ്പോർട്ടോടെ കഴിയില്ല. US എന്നും അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു രാജ്യമാക്കി നിർത്താനേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. എന്നാൽ റഷ്യയുമായിട്ടുള്ള സഹകരണം കൊണ്ട് നമുക്ക് സ്വതന്ത്രമായിട്ട് ആയുധങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രാജ്യമായിട്ട് ഈ മാനുഫാക്ചറിംഗ് രംഗത്ത്, ആയുധ നിർമ്മാണ രംഗത്ത് മാറാൻ സാധിക്കും. അവിടെയാണ് വ്യത്യാസം എന്ന് പറയുന്നത്. സോ Su-57 തന്നെയാവും നമുക്ക് നല്ലത്. റഷ്യയുമായിട്ടുള്ള ഡിഫൻസ് റിലേഷൻ കൂടുതൽ ശക്തമാക്കുന്നതാവും നമുക്ക് നല്ലത്. അല്ലെങ്കിൽ ചില വിദഗ്ധരൊക്കെ പറയുന്നത് പോലെ ഇത് രണ്ടും വാങ്ങുക എന്നുള്ളതാണ്. പക്ഷെ അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം അധിക ബാധ്യതയാണ്. അതോടൊപ്പം തന്നെ US ആയുധങ്ങൾ എപ്പോഴും നമുക്ക് ഒരു പ്രശ്നം തന്നെയാണ്. അല്ലെങ്കിൽ ട്രംപ് അത്രയും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് നമുക്ക് നൽകേണ്ടതായിട്ട് വരും ഈ ആയുധങ്ങൾ. അതിന് ട്രംപ് തയ്യാറാകുമോ എന്നത് മറ്റൊരു ചോദ്യം. അങ്ങനെ ട്രംപ് തയ്യാറാവുകയാണെങ്കിൽ ചിലപ്പോൾ ഇന്ത്യ ഇതിനെക്കുറിച്ച് ആലോചിച്ചേക്കാം. പക്ഷേ കൂടുതൽ സാധ്യത Su-57 ഇന്ത്യ വാങ്ങുന്നതിന് തന്നെയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.